166 വോട്ടുകൾക്ക് ഇപ്പോൾ UDF മുന്നിൽ. 166. അതെ. എം സ്വരാജ് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ നമ്മൾ തത്സമയം കാണുകയാണ്. എനിക്ക് തോന്നുന്നു LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് അവിടെയാകും വോട്ടെണ്ണൽ സമയത്ത് അദ്ദേഹം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നിലമ്പൂരിലെ വീട്ടിൽ നിന്ന് അവിടേക്ക് പോകുന്ന വളരെ കൂളാണ്. അതെ. അപ്പോ ഇന്നലെയൊക്കെ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ നടന്ന് ചോദിക്കാൻ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് പുതുതായി പറയാനൊന്നുമില്ല. നാളെ വോട്ടെണ്ണട്ടെ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ LDF സ്ഥാനാർത്ഥി ഇപ്പോൾ വീട്ടിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് പോകുന്നു. അവിടെ ആയിരിക്കും അദ്ദേഹം വോട്ടെണ്ണൽ. പിന്നീട് അതിനനുസരിച്ച് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പോകുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴാവും. നേരെ ഏതായാലും ഊഹിക്കാവും. ഇപ്പോൾ പ്രചരണത്തിന് പോകണ്ടല്ലോ. അപ്പോൾ LDF കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്കുള്ള സ്ഥാനാർത്ഥിയുടെ ഒരു യാത്ര എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. മറുഭാഗത്ത് നമ്മൾ കാണുന്നത് ആര്യാടൻ ഷൗക്കത്ത് എന്ന UDF സ്ഥാനാർത്ഥി തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ മുന്നിലാണ് എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. 166 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. വോട്ടെണ്ണൽ ആരംഭിച്ച ഒരു സമയം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. പോസ്റ്റൽ വോട്ടിന് ശേഷം 8:30 കഴിയുമ്പോഴേക്കും EVM മെഷീൻ വോട്ടുകൾ എണ്ണുന്ന നിലയിലേക്ക് വരും. ഇപ്പോൾ സച്ചിൻ ചുങ്കത്തറ സ്കൂളിന്റെ മുന്നിൽ നിന്ന് വോട്ടെണ്ണുന്ന അതേ കേന്ദ്രത്തിന്റെ മുന്നിൽ നിന്ന് സച്ചിൻ വേഗത്തിൽ അവിടെ നിന്നുള്ള വിവരങ്ങളിലേക്ക് വളരെ ക്യുക്കായി. ചേർത്തെ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സംഘം, ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തന്നെയാണ് വോട്ടെണ്ണൽ കേന്ദ്രമായ മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ ഉള്ളത്. വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സന്നാഹമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല നിലവിൽ പൊതുജനങ്ങൾക്കൊന്നും ഈ ഭാഗത്തേക്ക് പ്രവേശനമില്ല. മാധ്യമപ്രവർത്തകർക്കും അതുപോലെ തന്നെ വോട്ടെണ്ണൽ കൗണ്ടിംഗ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് ഉള്ള ചില രാഷ്ട്രീയ പ്രവർത്തകർക്കും അത്തരത്തിലൊരു കർശനമായ നിയന്ത്രണം പോളിംഗ് സ്റ്റേഷൻ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളോടെ വോട്ടെണ്ണൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് സച്ചിൻ ഇപ്പോൾ സൂചിപ്പിച്ചത്. സ്ക്രീനിൽ നോക്കിയാൽ ഇപ്പോൾ വോട്ടെണ്ണുന്നതുമായി ബന്ധപ്പെട്ട തത്സമയ വിവരങ്ങൾ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് അതിവേഗത്തിൽ മനസ്സിലാക്കാനാകും. തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്, ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ഇപ്പോൾ നിലമ്പൂരിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുള്ളത്.